വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ ഉമ്മറത്ത് തന്നെ ഇങ്ങനെ ആ പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഭാമ വന്ന് വിളിക്കുന്നുണ്ട്. എത്ര നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്, വിശപ്പൊന്നുമില്ല, വന്നേ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഭാമേ, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, വിശപ്പൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്ന് എവിടെ ഇരുന്നേന്ന് പറയുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധിക്കുമ്പോൾ സത്യഭാമ ആ പടിക്കലേക്ക് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ രാഘവേട്ടന് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമയെ, നിനക്ക് നമ്മുടെ പഴയ വീട് ഓർമ്മയില്ലേ? ലേലത്തിൽ പോയ വീടല്ല, അതിന് മുമ്പേ 2 മുറി അടുക്കളയും മാത്രമുള്ള വീട്, അതിൻ്റെ ആ പടിഞ്ഞാറേ മുറ്റത്ത് വൈകുന്നേരങ്ങളിൽ നമ്മൾ കാറ്റ് കൊള്ളാൻ ഇതുപോലെ ഇരിക്കത്തില്ലായിരുന്നു. അന്ന് വിഷ്ണു കൈക്കുഞ്ഞാണ്, അന്ന് പിന്നീട് വിഷ്ണുവിനെ കാറ്റ് കൊള്ളിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്, പിന്നീട് നമ്മളത് ശീലമാക്കിയില്ലേ? അന്ന് നീ എൻ്റെ തോളിലേക്ക് തല വയ്ക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, മരണത്തിന് പോലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്നൊക്കെ പറയും. അതിങ്ങനെ രാഘവൻ നായർ ഇങ്ങനെ പറഞ്ഞ് കാട് കയറുകയാണ്. അന്നേരമാണെങ്കിൽ സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, പഴംപുരാണം പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമേ പറയൂ എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് ചൂടാവുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അത് പിന്നെ ഈ രോഗം എന്നെയും കൊണ്ടേ പോകുമാമ, എങ്ങനെയെങ്കിലും ഒരു ലോറിക്കടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയലോരത്ത് വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള യോഗം എനിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാമ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ മരണം വരെ കാര്യങ്ങൾ തീരുമാനിച്ചല്ലോ, ബാക്കി കൂടി എന്താ തീരുമാനിക്കത്ത്? കർമ്മങ്ങൾ ചെയ്യണ്ടേ, ചിതയ്ക്ക് തീ കൊളുത്തണ്ടേ? പിന്നെ ഓരോരു മകനല്ലേ ഉള്ളൂ, അവനെയാണെങ്കിൽ നാട്ടിൽ പോലീസ് മൊത്തം തിരക്കി നടക്കുകയാണ്, അവൻ വന്ന് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ പിന്നെ രാഘവൻ നായർ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. തുടർന്നും ഭാമ അങ്ങോട്ട് പറയുന്നുണ്ട്, രാഘവേട്ടനെ വന്ദിക്കുന്നത് മഹാമാരിയൊന്നും അല്ലല്ലോ, ചികിത്സിക്കാവുന്നല്ലേ ഉള്ളൂ, ഞാനില്ലേ കൂടെയും ചോദിക്കുമ്പോൾ അതിന് മാർഗം കൂടി വേണ്ടേ ഭാമയും ചോദിക്കുകയാണ്. അന്നേരം ഞാനില്ലേ എന്നിങ്ങനെ പറഞ്ഞ് സത്യഭാമയാണെങ്കിൽ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ബൈക്കിലെത്തുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ വാടാ മോനെ വാടാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു ഓടി അടുക്കളയ്ക്ക് ചെല്ലുകയാണ്. അന്നേരം നിന്നേന്നും പറഞ്ഞ് ഭാമ പറയുന്നുണ്ട്, നിന്നോട് ഈ വീട്ടിൽ കയറി പോരുന്നെന്നല്ലേ പറഞ്ഞത്, നീ എന്തിനാ എങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എവിടെ പോകണം അമ്മയെന്നിങ്ങനെ വിഷ്ണു ആകെ ഷോക്കായിട്ട് ചോദിക്കുകയാണ് ഭാമയുടെ സംസാര രീതി കേട്ടിട്ട്. അന്നേരം അമ്മയെന്നോ, കണ്ട ചാരായ കേസിൽ പിന്നെ അറസ്റ്റിലായവരൊന്നും പിടിക്കപ്പെടാനായിട്ട് നടക്കുന്നവരൊന്നും എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ഇവൻ മാത്രം ചതിവ് പറ്റാനായിട്ട് നടക്കുന്നു, ഇവന് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത്, ചതിക്കുന്നവർക്ക് മുന്നിൽ ഉയർത്തി എഴുന്നേറ്റ് തന്നെ നിൽക്കണം, അല്ലാതെ ചതിക്കാനായിട്ട് നിന്ന് കൊടുക്കുകയല്ല വേണ്ടത് എന്നിങ്ങനെ പറയും. ഇങ്ങനെ ആർക്കും വേണ്ടാത്തുള്ള മക്കളെ അമ്മമാർക്ക് വേണ്ട, അമ്മമാർക്ക് എപ്പോഴും ജയിച്ച് കാണുന്ന മക്കളെയാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറഞ്ഞിട്ട് നിന്നെ എനിക്ക് കാണണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഭാമയെ നിനക്ക് ഇത്രയും അങ്ങോട്ട് കൂടി പോകുന്നുണ്ടെന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ സത്യഭാമ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, രാഘവേട്ട ഇവനാണെങ്കിൽ ചെറിയ ക്ലാസ്സിൽ സ്ലേറ്റ് കൊണ്ട് പിന്നെ കൊണ്ടുവന്നപ്പോൾ തിരിച്ച് 2 പിന്നെ സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്താണ് പിറ്റേന്ന് ഞാൻ ഇവനെ സ്കൂളിലേക്ക് വിട്ടത്. ഒന്നിവന് പഠിക്കാനും ഒന്നിവനെ അടിച്ചവനെ തിരിച്ചടിക്കാനും വേണ്ടിയിട്ടാണ്. അതേപോലെ മുന്നിട്ട് നിൽക്കുന്ന മകനെ മാത്രമേ എനിക്ക് മതി, അല്ലാത്തവനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അമ്മയൊന്ന് നിന്നേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് സ്റ്റെപ്പടി കയറി സത്യഭാമയുടെ മുന്നിലേക്ക് വന്ന് നിവർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇത്രയും നാളും ഞാൻ അമ്മയുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്ന വിഷ്ണു കുറ്റവാളിയായിട്ടുള്ള വിഷ്ണു അല്ല, ഒരു പോലീസുകാരും എൻ്റെ പുറകെ വരില്ല, ഇത്രയും നാളും അത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വരാത്തത്, പിന്നെ അതിനുള്ള അതെല്ലാം ഞാൻ നിരപരാധിയാണെന്ന് നിയമത്തിന് മുന്നിൽ തെളിയിച്ച് കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ കഥ മുഴുവൻ പറയുന്നുണ്ട്. ആ ഉഷ എന്ന സ്ത്രീ ആണെങ്കിൽ വണ്ടിക്കിനെ കുറുക്ക് ചാടിയതും ഒരു സ്പിരിറ്റ് വെച്ചതും പിന്നീട് അവിടെ മൊത്തം അടിയുണ്ടാക്കിയതും ശല്യമൊക്കെ വന്ന് കമ്മീഷണർ മുമ്പിലേക്ക് ഗുണ്ടകളെ കൊണ്ടുപോയതും ഒക്കെ ആ സുസ്മിതയുടെ കഥയെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചെയ്തവരെ മാത്രമേ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചുള്ളൂ, ചെയ്യിച്ചവർ ഇപ്പോഴും പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത ഒരു ചതിയും കൊണ്ടിട്ട് ഒരിക്കൽ ചതിക്കപ്പെട്ടാൽ വീണ്ടും ചതിക്കപ്പെടാൻ തന്നെയാണ് എൻ്റെ ഒരു വിധി, അത് പ്രതീക്ഷിച്ച് തന്നെയാണ് വിഷ്ണു ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ഒന്നങ്ങോട്ട് അടങ്ങുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, സുസ്മിതയാണെങ്കിൽ നമ്മളെ ചുറ്റിയിരിക്കുന്ന ഒരു കാളകൂട വിഷം തന്നെയാണ്, എത്ര പക പോക്കിയിട്ടും അവളുടെ ആ പ്രതികാരം അങ്ങോട്ട് തീരുന്നില്ല, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനം തടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇവളുടെ കാര്യവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ ആകെ അങ്ങോട്ട് ശാന്തയാകുന്നുണ്ട്. തുടർന്നാണെങ്കിൽ രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ പിന്നെ ഭാമയെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കുക, ഞാനും മോനും കൂടി കഴിച്ചേക്കാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് മുഖത്ത്. എന്നിട്ട് ഭാമയാണെങ്കിൽ
ഭാമയാണെങ്കിൽ വിഷയം മാറ്റാൻ എന്നോണം അത്രയും നേരം വിഷ്ണുവിനെ വഴക്ക് പറഞ്ഞ വിഷയം മാറ്റാൻ എന്നോണം ഭാമ പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ വിളിച്ചതൊക്കെ വെറുതെ, മകൻ വന്നപ്പോൾ പിന്നെ ഇല്ലാത്ത വിശപ്പൊക്കെ വന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, വിശപ്പുണ്ടായിട്ടൊന്നും അല്ല, ഇവൻ്റെ കൂടെ ഇരിക്കാമല്ലോ, ഇരുന്ന് കഴിക്കാമല്ലോ, എത്ര നാളായി സമാധാനത്തോടു കൂടി ഒന്ന് ഇരുന്നിട്ട് നീ എടുത്ത് വെക്കുക എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ രാഘവൻ നായരെ തന്നെ ശ്രദ്ധിക്കുക. രാഘവൻ നായർ ആകെപ്പാടെ ഒരു സന്തോഷം. തുടർന്ന് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. വിഷ്ണു രാഘവൻ നായരുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ അവിടെ ഇവർക്ക് 2 പേർ കൂടി ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. നേരം ചപ്പാത്തിയാണ് രാഘവൻ നായർക്കും വിഷ്ണുവിനും സത്യഭാമ വിളമ്പുന്നത്. പക്ഷേ ചപ്പാത്തി അങ്ങോട്ട് എടുത്തു വയ്ക്കുമ്പോൾ രാഘവൻ നായരുടെ മുഖം അങ്ങോട്ട് പോവുകയാണ്. തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഭാമ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. വിഷ്ണു അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് സത്യഭാമ മുഖം കൊടുക്കുന്നേ ഇല്ല. അന്നേരമാണെങ്കിൽ പിന്നെ എനിക്ക് ചപ്പാത്തിയൊന്നും വേണ്ട ഭാമ എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, അന്നേരം രാഘവേട്ടന് വേണ്ടിയ ഭക്ഷണം ഈ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കുന്നത് കഴിക്കുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് വേണ്ട, ഞാൻ വല്ല വെള്ളവും കുടിച്ച് കിടന്നോളാടാന്നിങ്ങനെ പറയുമ്പോൾ അത് ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അച്ഛന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അമ്മ ഇതല്ലേ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ വെള്ളം കുടിച്ച് കിടന്നോളാം, എന്നാലും എനിക്ക് ചപ്പാത്തി വേണ്ടാന്നും പറഞ്ഞ് രാഘവൻ നല്ല കുട്ടികളെ പോലെ പിണങ്ങിയിരിക്കുകയാണ്. അന്നേരം ഞാനാണെങ്കിൽ വയറ് കത്തുന്ന വിശപ്പായിട്ടാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത്, അച്ഛൻ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കില്ല, ഞാൻ കഴിക്കണോ വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കഴിക്കണോ എന്ന് പറയുകയാണ്. എങ്കിൽ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ചപ്പാത്തി എടുത്ത് രാഘവൻ നായർക്ക് നേരെ നീട്ടുന്നുണ്ട്, കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. അന്നേരം രാഘവൻ നായർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരവും വിഷ്ണു ഭാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമ മുഖം കൊടുക്കുന്നില്ല, അവിടെ തന്നെ തിരിഞ്ഞ് അങ്ങോട്ട് കസേരയിൽ ഇരിക്കുകയാണ്. അന്നേരം അത് ശ്രദ്ധിച്ചിട്ട് രാഘവൻ നായർ പറയുകയാണ്, എടാ മോനെ, പിന്നെ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതേ നിൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, സഹിക്കുന്നില്ല, കുശുമ്പടാ കുശുമ്പ് എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോഴും വിഷ്ണു നോക്കുകയാണ്. പക്ഷേ ഭാമ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതല്ലേടാ അവൾ തിരിഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്ക് 2-3 തവണ കൊടുത്തിട്ട് വിഷ്ണു ആണെങ്കിൽ സത്യഭാമയ്ക്ക് നേരെ ഇങ്ങനെ നീട്ടുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ തന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് സത്യഭാമ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് ദേഷ്യത്തോടെ. അന്നേരം വിഷ്ണു മുഖം അങ്ങ് മാറ്റുന്നുണ്ട്, പക്ഷേ കൈ മാറ്റുന്നില്ല. അന്നേരം പെട്ടെന്ന് സത്യഭാമയ്ക്ക് സങ്കടമങ്ങ് ഇങ്ങ് പൊട്ടുകയാണ്. സത്യഭാമയും കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ കൈ പിടിച്ച് തൻ്റെ വായിലേക്ക് അങ്ങ് വെക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ട്. രാഘവൻ നായർക്ക് അത് കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കണ്ണങ്ങ് തുടച്ചുകൊണ്ട് ഭാമ അവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് പോവുകയാണ്. ആകെ സങ്കടം വന്ന് ഭാമയും പൊട്ടി കരയുകയാണ്. അന്നേരം പാവമാടാ നിൻ്റെ അമ്മ, ഈ കാണുന്ന മുൻചുണ്ടിയും എടുത്തുചാട്ടവും ഒക്കെ ഉള്ളൂ, പാവമാടാ പാവം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്കും പിന്നെ വിഷമിക്കുന്നുണ്ട്. വിഷ്ണുവിനും ആകെപ്പാടെ ഒരു വിഷമം തോന്നുകയാണ്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ വെള്ളം കയറി ആ ഒരു അവസ്ഥയിൽ സഹായം ചോദിച്ചു വന്ന ആ ഒരു അപേക്ഷയൊക്കെ സമർപ്പിച്ച ശേഷം സഹായം ചോദിച്ചു വന്ന ഒരു മുത്തശ്ശിയും ചെറുമകളും കൂടി ഈ ജോൺ എബ്രഹാമിനോട് അതിനെപ്പറ്റി ചോദിക്കുകയാണ്. പക്ഷേ ജോൺ എബ്രഹാം ആണെങ്കിൽ അവർക്കുള്ള സഹായം അനുവദിക്കാനായിട്ട് കൂട്ടാക്കുന്നേയുള്ള, നിങ്ങൾ മരിച്ചുപോയ കൃഷ്ണൻ്റെ ഭാര്യയാണ് എന്ന് തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നിങ്ങളുടെ 3 പെൺമക്കളുണ്ടല്ലോ അതും കൃഷ്ണൻ്റെ മക്കളാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം, ഇത് കൊണ്ടുപോകാൻ ചപ്പച്ചവർ എല്ലാ സർട്ടിഫിക്കറ്റും ഒക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ടുവന്നാലേ അനുവദിച്ച് തരാനായിട്ട് പിന്നെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അന്നേരം അനുപല്ലവി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ പറയുന്നതൊക്കെ സത്യമാണ്, ഞാനവിടെ നേരിട്ട് പോയി കണ്ടതാണ്, പിന്നെ വീട് പകുതിയോളം പിന്നെ കാലിന് മുട്ടിനൊപ്പം വെള്ളത്തിൽ തന്നെയാണ്, അവർക്ക് അടുപ്പ് കൂട്ടാൻ പോലും ഇവിടെ സാധിക്കുന്നില്ല, ഫണ്ട് അനുവദിച്ചാൽ അവർക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ കട്ട നിരത്താനായിട്ടും വീട് കെട്ടിവാർക്കാനായിട്ടും ഒക്കെ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോഴും ഈ പിന്നെ ജോൺ സമ്മതിക്കില്ല. അവരോട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറ, ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാം, ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജോൺ ആണെങ്കിൽ അങ്ങ് ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അനുപല്ലവി പറയുന്നുണ്ട്, ഈ സ്ത്രീയോടും കുട്ടിയോടും മുത്തശ്ശിയോടും കുട്ടിയോടും പറയുന്നുണ്ട്, പിന്നെ ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ക്യാബിനിലേക്ക് ADMൻ്റെ ക്യാബിനിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ADM ജോൺ ആണെങ്കിൽ അവിടെ ചെന്നിട്ട് വീണ്ടും മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അനുപല്ലവി ഇവരെയും കൊണ്ടിക്കൊണ്ട് ചെല്ലുന്നത്. അന്നേരമേ വീണ്ടും അങ്ങോട്ട് ജോണിന് ദേഷ്യം വരികയാണ്. അന്നേരം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്നിങ്ങനെ ഈ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, 44 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, പിന്നെ അന്ന് കെട്ടിയ താലി മഞ്ഞച്ചരടിൽ ഞാൻ കോർത്ത് നിധി പോലെ സൂക്ഷിച്ചതാണ്, ഇത് കൂടുതൽ തെളിവൊന്നും എനിക്കില്ല, ഈ 3 പെൺമക്കളും അദ്ദേഹത്തിൻ്റെതാണ്, ഇതിൽ കൂടുതൽ തെളിവൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഈ ജോൺ അങ്ങോട്ട് ദേഷ്യത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തള്ളേ പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇവരെ എന്തിനാ ഇങ്ങോട്ടത്തേക്ക് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞ് ജോൺ അങ്ങോട്ട് ചാടിക്കടിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവിടെ ശാലിനി ആണെങ്കിൽ ആ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് അവിടെ കളക്ടറേറ്റിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ ഈ ക്യാബിനിലേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോഴാണ്
ഈ അനുപല്ലവി ആണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു, നേരിട്ട് പോയി ബോധ്യപ്പെട്ടതിൻ്റെ ഫയൽ സാറിൻ്റെ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ഫയലാണെങ്കിൽ ജോൺ ആണെങ്കിൽ അങ്ങ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫയലാണെങ്കിൽ അങ്ങ് വാതിൽക്കലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി അകത്തേക്ക് കയറുന്നതും ശാലിനിയുടെ മുന്നിലാണ് ചെന്ന് വീഴുന്നതും. അന്നേരം ശാലിനിയെ കണ്ട് ജോൺ ആകെ ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവിക്ക് അകപ്പാടെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് എന്താ ജോൺ ഇത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ അമ്മയുടെ അപേക്ഷയ്ക്ക് എന്താണ് പരാതിക്ക് എന്താണ് ഫണ്ട് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അവരെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ വീടടക്കം ഒലിച്ചു പോയവർക്ക് സഹായമാണെങ്കിൽ അനുവദിച്ചല്ലോ, അത് ഏത് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നെ സഹായം അനുവദിച്ചത്? അന്ന് ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട പിന്നെ ഭാര്യയും അച്ഛനമ്മ നഷ്ടപ്പെട്ട കുരുന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ സഹായം കൊടുക്കാമെങ്കിൽ ഒരു മനുഷ്യപ്പറ്റിൻ്റെ പേരിൽ ഇവർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്കൊന്നുകിൽ നേരിട്ട് പോയി അന്വേഷിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ട് അന്വേഷിപ്പിക്കാം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ. എന്താ ജോൺ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനുപല്ലവി പറയുന്നുണ്ട്, ഞാൻ പോയി അന്വേഷിച്ചതാണ്, അതിൻ്റെ ആ ഒരു ഫയലാണ് ഇപ്പോൾ അവിടെ ചിതറിക്കിടക്കുന്നത് എന്നിങ്ങനെ അനുപല്ലവിയും പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് അങ്ങോട്ട് ആകപ്പാട് ദേഷ്യപ്പെടുകയാണ്. ഇനിയുള്ള കാലമെങ്കിലും നിങ്ങൾക്ക് അല്പം മനുഷ്യത്വത്തോടു കൂടി പെരുമാറിക്കൂടെ? ഇങ്ങനെയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? പിന്നെ എങ്ങനെ നിങ്ങളുടെ വീട്ടിലും ഇതേ പ്രായമായ ഒരു സ്ത്രീയൊക്കെ കാണില്ലേ? ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പാപങ്ങൾ ചെല്ലുന്നത് വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആയുർരേഖയ്ക്ക് മുകളിലേക്കായിരിക്കും. നിങ്ങളിങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ അവരായിരിക്കും ബാക്കി പിന്നെ അനുഭവിക്കുന്നത്. മനുഷ്യന് അടുത്ത തലമുറയെങ്കിലും പ്രാക്ക് കൂടാതെ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് ജോണിനെ ആകപ്പാടെ മുൾമുനയിൽ ഈ ശാലിനി നിർത്തുന്നുണ്ട്. അതിനുശേഷം ശാലിനി പറയുകയാണ്, ഇന്ന് വൈകുന്നേരത്തിനകം ഫണ്ട് അനുവദിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. വൈകുന്നേരത്ത് ഇവരുടെ നിറഞ്ഞ മനസ്സോടുകൂടി ഇവരുടെ കയ്യിലേക്ക് ആ പൈസയും വെച്ച് കൊടുക്കണം. എന്താ ജോണിന് പിന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എസ് മാഡം എന്നിങ്ങനെ അവസാനം ജോൺ പറയുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവിയോടും പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കണം, പിന്നെ ഇവർക്ക് വൈകുന്നേരം പൈസ കൊടുത്തേ പറഞ്ഞു വിടാവൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ജോണിനെ നോക്കുമ്പോൾ എസ് മാഡം എന്നിങ്ങനെ ജോൺ നിവർത്തിയില്ലാതെ തലയൊരുക്കുന്നു. അന്നേരം ശാലിനി വരുമെന്നുള്ളത് ജോൺ അവിടെ പ്രതീക്ഷിച്ചുമില്ല. തുടർന്ന് ശാലിനി ആണെങ്കിൽ ആകെ ദേഷ്യത്തോടെ അങ്ങ് പോകുന്നുണ്ട്, ക്യാബിൻ വിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ പലഹാരങ്ങളൊക്കെ പൊന്നിയും പിന്നെ ശാന്തയും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അടുക്കളന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു കുഞ്ഞ് ചായക്കായിരിക്കും എന്നിങ്ങനെ പൊന്നി പറയുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു അടുക്കളയിലേക്ക് വരുമ്പോഴാണ് ശാന്തയെ കാണുന്നത്. അന്നേരം അല്ല ശാന്തേച്ചി ഇവിടെ കുടുംബശ്രീ ഹോട്ടലിൽ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ നിർത്തി ഇവിടെ കയറി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവിടെ ശാരദാമ്മ വഴക്ക് പറഞ്ഞിട്ടാണല്ലോ ശാന്തയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോയതൊക്കെ. പക്ഷേ അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സീനായിട്ട് അവിടെ കാണിക്കുന്നില്ല. തുടർന്ന് ശാന്ത വിഷമത്തോടു കൂടി ഇറങ്ങി പോകുന്നതും പിന്നീട് ശ്യാമയോടും ശാലിനിയോടും ഒക്കെ ശാരദാമ്മ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ഇത് ചോദ്യം ചെയ്തതിനെക്കുറിച്ച്. എന്താ നിങ്ങൾക്ക് ഇനി പോകണമെന്നുണ്ടോ? എങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിരുന്ന സാധനം കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ശാന്ത അങ്ങനെയാണ് എടുത്തെടുത്ത് കാണില്ല, ആ വീട്ടിലെങ്ങാനും കാണും എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പെട്ടെന്നാണെങ്കിൽ ഇങ്ങനെ കുടുംബശ്രീ വീട്ടിനകത്തേക്ക് പോയിട്ട് സങ്കടപ്പെട്ട് ഒരു മൂലയ്ക്കിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മനഃപൂർവ്വം ശാന്തയോട് ദേഷ്യപ്പെട്ടായിരിക്കും, ശാന്തയോടും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത്. തുടർന്ന് വിഷ്ണു ഈ സീൻ പിന്നെ വിഷ്ണു ആലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശാലിനി പറഞ്ഞതായിട്ടാണ് വിഷ്ണു പിന്നെ പറയുന്നത് അവിടെ. തുടർന്നല്ല ശാലിനി പറഞ്ഞിരുന്നു അവിടെ നിന്ന് പോയെന്ന്, പക്ഷേ എന്നാലും ഇവിടെ എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ കയറുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അങ്ങനെ എവിടെയായാലും നമുക്ക് ശമ്പളം കിട്ടിയാൽ പോരെ എന്നിങ്ങനെ ശാന്ത പറയുമ്പോൾ എന്നാലും അതല്ലല്ലോ കാണിച്ചത്, അല്പം മര്യാദ കേടായി പോയി എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അവിടെ നിന്ന് ഇത്രയും കാലം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നത് ശരിയായില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇത് സത്യഭാമ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യട്ടെ, നീ ഇതിൽ ഇടപെടണ്ട എന്നിങ്ങനെ വിഷ്ണുവിനോട് ഭാമ പറയുകയാണ്. അന്നേരം എന്നാലും അമ്മേ അതല്ലല്ലോ എൻ്റെ രീതി എന്ന് പറയുമ്പോൾ നീ ഇടപെടണ്ട എന്നിങ്ങനെ അങ്ങോട്ട് സത്യഭാമ ഇങ്ങനെ കടുത്ത് പറയുന്നുണ്ട്. പിന്നീട് വിഷ്ണു ഒന്നും പറയുന്നില്ല. തുടർന്നാണെങ്കിൽ രാഘവേട്ടൻ എന്തി എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ അവിടെ പഠിക്കലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ എങ്ങും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എവിടെ പോയി എന്നും പറഞ്ഞിട്ട് വിഷ്ണുവും ഭാമയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ഒക്കെ നോക്കി അച്ഛാന്ന് വിളിക്കുകയാണ്, റോഡിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം പൊന്നി പറയുകയാണ് ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കാണുമോ, ഞാനും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് പൊന്നിയും എല്ലാവരും കൂടി അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയാണ് രാഘവൻ നായർ അകത്താണെങ്കിൽ റൂമിലിരുന്ന് എന്തോ ഭക്ഷണം ഇവരുണ്ടാക്കി വെച്ചിരുന്ന എന്തോ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് പോയി
കഴിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും തന്നില്ല, വിശപ്പുണ്ട് എന്നും പറഞ്ഞിട്ട്. അന്നേരമാണ് സത്യഭാമയ്ക്ക് കൂടുതൽ വിഷമമാവുന്നത് രാഘവൻ നായരുടെ ഒരു അസുഖത്തിൻ്റെ ഇതിനെക്കുറിച്ച്. പിന്നീടാണ് അവർ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം എന്നതിനെക്കുറിച്ചും. പിന്നീട് ഇനി കോമ്പറ്റീഷനാണ് അടുത്ത എപ്പിസോഡുകളൊക്കെ. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു.